അങ്ങനെ ഇന്നത്തെ ഞാൻ തുടങ്ങുകയാണ്. മാറി പിടിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഞങ്ങളിവിടെ അടുത്ത് നല്ല മസാല ദോശ കിട്ടുന്ന കട ഉണ്ട്, അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അന്ന് ജോബിച്ച് വന്ന എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് നേരെ നടന്നിട്ട് ഒരു റോട്ടിലിരുന്ന് കഴിച്ച കടല്ലേ. അപ്പോൾ അവിടുത്തെ മസാല ദോശയും വടയൊക്കെ നല്ല ടേസ്റ്റാണ്, തട്ടിഡ്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏട്ടനും ജിഷീനായിട്ട് അങ്ങോട്ട് പോവാണ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കുള്ള കടയാണ് കേട്ടോ. റോഡ് സൈഡിൽ ഒരു ചെറിയ കുഞ്ഞു കടയാണ്, പക്ഷെ അത്യാവശ്യം നല്ല തിരക്കുള്ള കടയാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള മസാല ദോശയാണ് ചുട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ചെറുതാണ് കേട്ടോ, 2 എണ്ണം കഴിക്കേണ്ടി വരും ഒരാൾക്ക്. 2 എണ്ണമാണ് ഒരു പ്ലേറ്റിൽ വരുന്നത്. മസാലയും കാര്യങ്ങളില്ല, കൂടുതൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്, അതാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഒരു ഗ്രീൻ ചട്നി മാത്രമേ ഉണ്ടാവുള്ളൂ. ഗ്രീൻ ചട്നി ഇല്ല, കോക്കനട്ട് ചട്നി അത് മാത്രമേ ഉണ്ടാവുള്ളൂ. സാമ്പാറും കാര്യങ്ങളൊന്നുമില്ല. ദോശയാവുന്ന സമയം കൊണ്ട് നമ്മൾ 2 പ്ലേറ്റ്, അതായത് 4 വടയും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മുരുമുരിയുള്ള വടയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ബാംഗ്ലൂർ പാലസിലേക്കാണ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് വെള്ളിയാഴ്ച നേരെ ബാംഗ്ലൂർ പാലസ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ക്ലോസ്ഡ് ആയിരുന്നു, 6 മണിയായ കാരണം നമ്മൾ കയറ്റി വിട്ടില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇപ്രാവശ്യം നേരെ ബാംഗ്ലൂർ പാലസിലേക്കാണ് വെച്ച് പിടിച്ചത് രാവിലെ തന്നെ. നമ്മളവിടെ പോകുമ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കയറണ്ടെന്ന്, കാരണം അകത്ത് മ്യൂസിയം കാര്യങ്ങളും അങ്ങനത്തെ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ എന്ന് ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല റേറ്റുമാണ് ഉള്ളിലേക്ക് കയറണ്ടെന്നുള്ളത്. പക്ഷെ പുറത്ത് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ മുഴുവൻ വേലി കെട്ടി തിരിച്ചേക്കാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് പുറത്ത് നിന്നിട്ട് ബിൽഡിംഗ് കണ്ടിട്ട് കാര്യമില്ലല്ലോ, ഒരു നല്ല ഫോട്ടോ പോലും എടുക്കാനുള്ള ഒരു സ്ഥലം കാര്യങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്തായാലും വന്നതല്ലേ, വാ കയറാമെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങനെ കയറി. ടിക്കറ്റ് പ്രൈസ് വരുന്നത് ഇന്ത്യൻ ആണെങ്കിൽ 260 രൂപയും ഫോറിനർ ആണെങ്കിൽ 500 രൂപയാണ്. കാർഡും ക്യാഷും മാത്രമേ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നുള്ളൂ. ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് ഏട്ടൻ്റെ കാർഡുള്ള കാരണം കയറാൻ പറ്റിയെന്ന് പറയാം. എന്തുകൊണ്ട് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം മനസ്സിലായില്ല. അങ്ങനെ കയറി ടിക്കറ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മേത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിക്കും, അതാണ് അവിടേക്ക് പോകാനുള്ള അല്ലെങ്കിൽ അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പം ഞാനത് ഡ്രസ്സിൻ്റെ മുകളിൽ നിന്ന് അഴിച്ച് കയ്യിലിട്ടിച്ച് ചിത്രം എടുത്തതാണ്. പിന്നെ അവിടെ കയറുമ്പോൾ നമുക്ക് ഓഡിയോ വേണമെങ്കിൽ എടുക്കാം, നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓരോ സ്ഥലത്തും ഓരോ നമ്പർ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഹെഡ്സെറ്റും ഒരു ഡിവൈസും നമ്മുടെ കയ്യിൽ തരും. ആ നമ്പർ ഈ ഓഡിയോയിൽ എടുത്തു കഴിഞ്ഞാൽ, ആ ഡിവൈസിൽ എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചരിത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ആ വോയിസ് വഴി ഹെഡ്സെറ്റ് വഴി നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മളെന്തായാലും അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി പറഞ്ഞു കേട്ട കാരണം ജസ്റ്റ് ഒന്ന് കയറി കാണുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഓഡിയോയ്ക്ക് ഞാൻ കേട്ടത് വെച്ചിട്ട് എന്തോ ഡെപ്പോസിറ്റ് നമ്മൾ ചെയ്യണം, എത്രയാണെന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. നമ്മളത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഡിവൈസും ഹെഡ്സെറ്റും തരും. നമ്മളെപ്പോഴാണോ ബാംഗ്ലൂർ പാലസിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അവിടെ വെച്ചിട്ട് അവരത് തിരിച്ച് കളക്ട് ചെയ്യും. ആ സമയത്ത് നമ്മൾ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് തിരിച്ച് പേയ്മെൻറ്റ് ചെയ്യുകയാണ്. കൊട്ടാരത്തിനെ സംബന്ധിച്ച് ഫ്ലോറിങ്ങും സീലിങ്ങും അതുപോലെ തന്നെ തടി കൊണ്ടുള്ള ഉരുപ്പടികൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഉള്ളിലേക്ക് പോകെ എന്താ പറയുക, വീഡിയോ എടുക്കാൻ പറ്റില്ല, ക്യാമറ അലൗഡഡ് അല്ല, വീഡിയോ അലൗഡഡ് അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉള്ളിലേക്ക് പോകുന്തോറും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ കയറുന്ന സമയത്ത് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അകത്തെത്തും തോറും അവരെ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് റൂംസും കാര്യങ്ങളും ക്ലോസ്ഡ് ആയിരുന്നു. ഇനി അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം വീഡിയോ അലൗഡ് അല്ലാത്തത്. കുറച്ചൊക്കെ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഫോറിനേഴ്സിൻ്റെ റേറ്റ് എന്തായാലും ഡിഫറൻസ് ആണ്. പിന്നെ ഒരുവിധം എല്ലാവരും ഓഡിയോ വെച്ചിട്ടും ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി മൈസൂർ പാലസ് കണ്ടിട്ടുള്ളതാണ്, എനിക്ക് അത്രയൊന്നും വലിയ സെറ്റപ്പ് തോന്നിയില്ല. കുറേ ഫോട്ടോ ഫ്രെയിമും കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളും, പിന്നെ അവിടുത്തെ ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള കുറേ ഡ്രസ്സ് ഐറ്റംസ്, പാത്രങ്ങൾ, അങ്ങനെ ഇരിപ്പിടങ്ങൾ, കസാരകൾ, അങ്ങനത്തെ ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ. കാണാൻ വേർത്തായിട്ടുള്ള അല്ലെങ്കിൽ പണ്ട് പുരാതന കാലത്തെ ഐറ്റംസ് ആയിട്ടൊന്നും തോന്നിയില്ല. എന്തുകൊണ്ടോ അത്ര വലിയൊരു പുരാവസ്തു ഗവേഷണ കേന്ദ്രമോ അല്ലെങ്കിൽ മ്യൂസിയത്തിൻ്റെ ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ബിൽഡിങ്, അതിൻ്റേതായിട്ടുള്ള ആർക്കിടെക്ചർ, അതിൻ്റെ കൺസ്ട്രക്ഷൻ രീതികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്ന് പറയാം. അകത്ത് കണ്ടതിനേക്കാളും കൂടുതൽ പുറത്ത് കണ്ടതായിരുന്നു ഭംഗിയെന്ന് പറയാം. ശരിക്കും പുറത്തുനിന്ന് കാണുന്നതേ കാര്യമായിട്ട് കാണാനുള്ളൂ. അവർക്ക് അവിടെ നിന്ന് തന്നെ ഒരു എൻട്രി കൊടുത്താൽ മതിയായിരുന്നു. അകത്ത് കയറാനുള്ളവർക്ക് 260 ടിക്കറ്റ് വെച്ചിട്ട് പുറത്തുള്ളവർക്ക് പുറത്തുനിന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കായിരുന്നു എന്ന് തോന്നി. അവിടെ എല്ലാം ഗേറ്റ് വെച്ച് അടച്ചിട്ട് നമുക്ക് മൊത്തത്തിലൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആകെ കൂടിയുള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ അകത്ത് കയറി പാലസിൻ്റെ മുന്നിൽ, ബാംഗ്ലൂർ പാലസിൻ്റെ മുന്നിൽ നിന്ന് കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റി, കുറേ മലയാളീസിനെ കാണാനും പറ്റി.
ഗാർഡൻ്റെ സൈഡിലേക്കൊന്നും നമ്മൾ ഇറങ്ങിയില്ല. നല്ല ചൂട് വന്നു തുടങ്ങി, വെയിൽ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ മെല്ലെ സ്ഥലം വിടാനായി. അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസും കൂടി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് പിന്നെ മൊത്തത്തിൽ ഫോട്ടോഷൂട്ടായിരുന്നു. അവിടെ നിന്നും നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. പെട്ടെന്ന് ക്യാബ് കിട്ടിയിട്ടോ. അപ്പോൾ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കബോൺ പാർക്കിലായിരുന്നു. അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു, റോഡും നല്ല ബിസിയാണ്. അപ്പോൾ നമ്മൾ 4 പേർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എൻട്രി ഫീസ് വരുന്നത് 20 രൂപയാണ്. അതുകൂടാതെ അവിടെ ട്രെയിൻ ഉണ്ടെന്ന് കണ്ടിട്ടാണ് പോയത്, നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ. അപ്പോൾ ആ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 30 രൂപയാണ്. ഈ പോണ ട്രെയിനിലാണ്. ഏകദേശം 300 ഹെക്ടറോളം സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതിനകത്ത് തന്നെ അക്വേറിയം ഉണ്ട്. അതിൻ്റെ അകത്ത് വേറെ ഫീസാണ്, നമ്മൾ കയറിയിട്ടില്ല. കളിക്കാനുള്ള പാർക്ക്, അതുപോലെ തന്നെ കുറേ റൈഡുകളും കാര്യങ്ങളും ഉണ്ട്. ബോട്ടിംഗ് ഉണ്ട്. അതുകൂടാതെ ഈ ട്രെയിൻ സർവീസ് ഉണ്ട്, ഒരു ടോയ് ട്രെയിൻ സർവീസ് ഉണ്ട്. അതുകൂടാതെ കുറേ റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസും കുറേ കുറേ നടന്ന് കാണാനുണ്ട്. നമ്മൾ ഒരുപാടൊന്നും ഉള്ളിലേക്ക് പോയിട്ടില്ല, നമുക്ക് സമയം ഭയങ്കര ലിമിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ആ ട്രെയിനിൽ കയറാനുള്ള ഉദ്ദേശത്തിലാണ് പാർക്കിൽ പോയത്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ വരാനായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ട്രാക്കും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്, പക്ഷെ ഒരു കുഞ്ഞു തീവണ്ടി അങ്ങനെയായിരുന്നു സെറ്റപ്പ്. റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓരോ 50 പേരോ 40 പേരോ അങ്ങോട്ടാണ് ഒരു ട്രിപ്പിൽ പോവാം. അപ്പോൾ എല്ലാവരും അടുത്ത ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ട്രെയിൻ വിസിലൊക്കെ അടിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കയറാനുള്ള തത്രപ്പാടിൽ നിൽക്കുകയാണ്. മണിയാണ് ശബ്ദം. തുരങ്കം, പാല, എന്തൊക്കെയാ സെറ്റ് ചെയ്തേക്കണേ.
ആശിച്ച് മോഹിച്ചിരുന്ന ട്രെയിൻ യാത്ര കഴിഞ്ഞു. അടുത്തത് നമ്മൾ ടിക്കറ്റ് എടുത്ത് റൈഡ്സിൽ കയറാൻ പോവാണ്. പിന്നെ ഒരു ഇതൊക്കെ കയറിയിട്ടുള്ളതായിരുന്നു, അതുകൊണ്ട് ഈ റൈഡാണ് നമ്മൾ എടുക്കുന്നത്. ഇത് കുറച്ചധികം കാലമായിട്ടുണ്ടായിരുന്നു ഞാൻ കയറിയിട്ട്. ഞാൻ കുറേ മുന്നേ അപ്പൂസും അമ്മൂസൊക്കെ ആയിട്ട് തൃശ്ശൂർ എക്സിബിഷന് പോയ കാലത്ത് കയറിയതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം പിന്നെ 10th പഠിക്കുമ്പോൾ വീഗലാൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഇപ്പോഴാണ് കയറാൻ പറ്റിയത്. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ അധികം നേരമൊന്നും നമ്മളവിടെ നിന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എക്സിബിഷൻ സെൻറ്റർ പോലെ ഒരുപാട് ഷോപ്സും കുറേ ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബേൽപൂരി അങ്ങനത്തെ ഒരു സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടതാണ് കേട്ടോ ഈ കമ്മൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ജിഷിക്ക് കമ്മൽ നോക്കിയതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന കൊട്ടക്കമ്മൽ കണ്ടത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓരോന്നും എടുത്തു. എന്താ പറയുക, ഒരുപാട് ഇഷ്ടമായി. ഞാൻ അപ്പം തന്നെ എൻ്റെ ഉള്ള കമ്മൽ മാറ്റിയിട്ടിട്ട് നോക്കി. ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വന്നിട്ട് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി കഴിച്ചു. അങ്ങനെ 7:30 ആകുമ്പോഴേക്കും രാത്രിയത്തെ ഫുഡും കഴിച്ചിട്ട് അവർ യാത്ര തുടർന്നു. അവർ നാട്ടിലേക്ക് പോയി. ഇനി അടുത്തൊരു വരവിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവർ പോയതിൻ്റെ പിന്നാലെ തന്നെ നമുക്കൊരു പെരുന്നാളും ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. ഞാനിവിടെ പെരുന്നാളെന്ന് കേട്ടോ പറയാറ്, ശരിക്കും എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. പിന്നെ അമ്മിട്ട് പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് പുറത്ത് കുറേ നേരം ഇരുന്നു. വീക്കെൻഡ് എത്രയും പെട്ടെന്ന് കഴിഞ്ഞു പോയി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.